രക്ഷാദൗത്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പാറ മുതലുള്ള ഉൾപ്രദേശങ്ങളിലേക്ക് തെരച്ചിൽ നടത്താനായി എയർലിഫ്റ്റിംഗിൽ ഹെലികോപ്റ്ററിൽ പ്രത്യേക സംഘത്തെ അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൂചിപ്പാറ മുതൽ പോത്തുകൽ വരെയുള്ള ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിലെ വനങ്ങളുടെ ഉൾഭാഗത്താണ്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തേക്കൊന്നും അധികം ആളുകൾ അങ്ങനെ പോകാത്ത അതീവ ദുർഘടം പിടിച്ച സ്ഥലം കൂടിയാണ്. അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിലാണ് രക്ഷാപ്രവർത്തകരെ, സൈന്യമുണ്ട്, SOG ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തകരെ അയക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ പുറപ്പെടും. കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്നാണ് ഹെലികോപ്റ്റർ പുറപ്പെടുന്നത്. റമീസ് നമ്മളോടൊപ്പം ചേരുകയാണ്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റമീസ്, ചില ആകാശത്ത് മേഘങ്ങളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഈ സമയം വരെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയുണ്ട്, പക്ഷേ എങ്കിലും അല്പസമയത്തിനകം തന്നെ എത്തുകയും ഈ ദൗത്യത്തിനായി പുറപ്പെടാൻ തുടങ്ങുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണെന്ന് പറയും. കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുക, അതിനായുള്ള പരിശ്രമമാണ്. അതിനായാണ് ഹെലികോപ്റ്ററിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിലേക്ക് ഇന്ന് കടക്കുന്നത്. പ്രത്യേകമായും സൂചിപ്പാറ മേഖലയിലും ചാലിയാർ പുഴയുടെ തീരങ്ങളിലൊക്കെയും തന്നെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. നമുക്കറിയാം, ഈ ഒരു ദുരന്തമുണ്ടായതിന് പിന്നാലെ ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഈയൊരു ദുരന്തവാഹിനിയായി, ഈ മൃതദേഹവാഹിനിയായി ഈ ഉരുൾപൊട്ടൽ ചെന്നെത്തിയത് ചാലിയാർ പുഴയിലേക്കാണ്. ചാലിയാർ പുഴയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായാണ് ചാലിയാർ പുഴയുടെ തീരങ്ങളിലൊക്കെയും തന്നെ വ്യാപകമായി തിരച്ചിൽ ശക്തമാക്കാൻ തീരുമാനിച്ചത്. 40 കിലോമീറ്ററോളം നീളമാണ് ചാലിയാർ പുഴയുടേത്. അതിൻ്റെ ഭാഗമായി കോഴിക്കോടും മലപ്പുറം ജില്ലകളിലൊക്കെയും തന്നെ അതാത് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വെച്ചുകൊണ്ട് അവരുടെ നാട്ടുകാരുടെ സാന്നിധ്യത്തോടെ ആദ്യമേ ഒരു പരിശോധന നടത്തി. അതിൻ്റെ ഭാഗമായി നിരവധി മൃതദേഹങ്ങളും ഭാഗങ്ങളും ലഭിച്ചു. അപ്പം ഇപ്പോൾ ഇതുവരെ തിരച്ചിൽ നടക്കാത്ത മേഖലകളിൽ, അവിടെ ചെന്നെത്താൻ പറ്റാത്ത മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ സംവിധാനത്തോടു കൂടിയുള്ള ഒരു പരിശോധന നടത്തുന്നത്. 18 പേരാണ് ഒരു സംഘത്തിലുണ്ടാവുക. എന്തായാലും മനുഷ്യസാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും സഹായങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി രക്ഷാദൗത്യം നടത്തും എന്നാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ ഈ ഹെലികോപ്റ്ററിൽ പുറപ്പെടാനുള്ള ദൗത്യ സംഘമാണോ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്? അനുകൂലം. അതെ, ഈ വരിവരെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ദൗത്യ സംഘത്തിൽ ഏർപ്പെടുന്നത്. 18 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു ദൗത്യ സംഘമായി പുറപ്പെടുക. അറിഞ്ഞത് നേരത്തെ 8 മണിയായിരുന്നു പറഞ്ഞത്. കൃത്യമായി പോലെ 7 മണിക്ക് തന്നെ ബെയിലി പാലത്തിലൂടെ ആളുകളെ കടത്തിവിടുകയും രക്ഷാദൗത്യത്തിനായി ആളുകളെ വിന്യസിക്കുകയും ചെയ്തു. ഇതിനു പുറമെയുള്ള ആളുകളെ ഇത്തരത്തിൽ ഈ പ്രത്യേക സംഘങ്ങൾക്കായുള്ള പ്രത്യേക സംഘം ഇന്ന് 8 മണിക്ക് പുറപ്പെടും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെയും ഹെലികോപ്റ്റർ എത്തിയിട്ടില്ല. കാലാവസ്ഥയും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ രക്ഷാദൗത്യം ഉടൻ തന്നെ പുനരാരംഭിക്കും. ഹെലികോപ്റ്റർ SKM സ്കൂളിൽ നിന്നും ഉടൻ സംഘവുമായി പറന്ന് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിനുള്ള സ്ഥലമടക്കം മാർക്ക് ചെയ്തു റെഡിയാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകം ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സ്ഥലം മാർക്ക് ചെയ്തിരിക്കുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെയും മറ്റും പ്രശ്നങ്ങൾ കൊണ്ട് നേരത്തെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിനും മറ്റും പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ കാലാവസ്ഥ അനുകൂലമായി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഈ ഹെലികോപ്റ്റർ ഈ ഗ്രൗണ്ട് അതിലേക്ക് കയറുകയും ഇതുവരെ തിരച്ചിൽ നടക്കാത്ത മേഖലകളിലേക്ക് ഹെലികോപ്റ്റർ പറന്നുയരുകയും ചെയ്യുന്നു. മനു, ശരി, അല്പസമയത്തിന് തന്നെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തും. ദൗത്യ സംഘങ്ങൾ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സ്ഥലം മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ വേഗത്തിൽ തെരച്ചിൽ ദൗത്യത്തിനായിട്ട് പ്രത്യേക ആക്ഷൻ പ്ലാനാണ് ഇന്ന് രൂപീകരിച്ചിരിക്കുന്നത്. കാരണം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗം മുതൽ പോത്തുകൽ വരെയുള്ള, സൺറൈസ് വാലി മുതൽ പോത്തുകൽ വരെയുള്ള പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് നേരിട്ട് എത്തിപ്പെടുക വളരെ ദുർഘടമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യസേനാംഗങ്ങളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ആ പ്രദേശത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം അവിടെ വലിയ തോതിൽ തെരച്ചിൽ നടത്തും. ആ തെരച്ചിൽ
തെരച്ചിൽ സംഘത്തിൽ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, നാട്ടുകാരുണ്ട്, സൈന്യമുണ്ട്, അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ദൗത്യ സംഘത്തെയാണ് 12 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 8 മണിക്ക് പുറപ്പെടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന് ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന സമയത്തിലടക്കം മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ദൗത്യത്തിനായി പുറപ്പെടുന്ന സമയത്തിലും മാറ്റമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, രക്ഷാദൗത്യത്തിനായിട്ടുള്ള ദൗത്യ സംഘം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ റെഡിയായി നിൽക്കുകയാണ്. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യ സംഘം ഈ സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തെരച്ചിലിനായി പോകും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സ്ഥലം മാർക്ക് ചെയ്ത് കഴിയുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് റമീസ് നമുക്ക് നൽകിയത്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് ആ പ്രദേശത്തേക്ക് തിരികെ പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.